ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം. പ്രദ്യുമ്നോൽപ്പത്തി. കേട്ടാലുമെങ്കിൽ നൃപാമാധവൻ ജയിക്കുമ്പോൾ ശ്രേഷ്ഠയാം രുക്മിണിയും പുത്രാർത്ഥം വരിച്ചതും കേട്ടിട്ടു പത്നിയുതം പ്രാതക്കാലത്തു കൃഷ്ണൻ പുഷ്ടമോദേന പുറപ്പെടുവാനാരംഭിച്ചു. രോഹിണീസുതൻ ശിനി സാത്യകി കൃതവർമാവാം അവർ തമ്മെ ഉഗ്രസേനന യുദ്ധവനെ താതനാം വസുദേവരിവരെ രാജ്യം രക്ഷിച്ചേതുമേ ഇളകാതെ ഇരുപ്പാൻ നിയോഗിച്ചു. മറ്റുള്ള യദുക്കളോടൊന്നിച്ചു സഭയിങ്കൽ ചുറ്റുമായി സിംഹാസനേ ഇരുന്നു കമലാക്ഷൻ. തന്നെ അഭീഷ്ടത്തെ സാധിപ്പാൻ വൃഷ്ണ്യന്ധകരെന്നിവർകളെ പുരപാലനം ഇതിനായും കൽപ്പിച്ചിട്ടനുജ്ഞയം നൽകി. മാധവൻ താനും ഉൾപ്പൂവിൽ പക്ഷീന്ദ്രനെ ചിന്തിച്ചിതതു നേരം. പക്ഷിപുങ്കവൻ വന്നു നമസ്കാരവും ചെയ്തു കൃഷ്ണനോടിനി അഹം വേണ്ടതു ചൊൽക എന്നാൻ. മല്ലാരിയതു നേരമരുളി ചെയ്തിടിനാൻ. കൈലാസേ ഗിരീശനെ കാണേണമെനിക്കെന്നാൻ. അന്നേരം ഗരുഡനും കൈലാസേ പോവാനായി മെല്ലവേ അമർന്നു തൻ കണ്ഠേ മാധവൻ താനും ഇരുന്നു. വ്യോമാന്തികേ പറന്നു വൈനതേയൻ പരിചിൽ പോകും നേരം. ഹരേ ഗുരുവായൂരപ്പ. പരിചിൽ പോകും നേരം ദേവകൾ ഋഷികളും ഗന്ധർവാപ്സരസിദ്ധചാരണ കിന്നരന്മാർ അമ്പരചാരി ജനമേ ഒരുമിച്ചു വെൺകൊറ്റക്കുട വെൺചമരികളോടും പങ്കജനേത്രൻ തൻ്റെ ലീലകൾ പാടിക്കൊണ്ടും കീർത്തിച്ചും നമിക്കയും സ്തുതിച്ചും ദേവവാദ്യം മാർത്തിയെ വിട്ടുഘോഷിച്ചിങ്ങനെ പുഷ്പവർഷം മേക്കുമേൽ ചെയ്തു. സ്വർഗമാർഗേണ പൂജിതനായി ചൊൽക്കൊണ്ട ബദര്യാഖ്യാശ്രമത്തെ പ്രാപിച്ചിതു. സായാഹ്നകാലേ അപ്പോൾ ബദരീ പുണ്യസ്ഥലേ മേ വീടും മുനികളും മാധവം ദൃഷ്ട്വാന്തികെ പാദ്യാർഘ്യാദികളാലും വന്യഭോജനത്താലും ആദ്യന്തഹീനൻ തന്നെ പൂജിച്ചാർ ഭക്തിയോടെ. ഗരുഡൻ തൻ്റെ കണ്ഠേ നിന്നിറങ്ങിനാൻ കൃഷ്ണൻ. പരമവുമാൻ മുനിവർഗവും ഒരുമിച്ചു ബദര്യാശ്രമവനത്തിങ്കൽ ചെന്നതു നേരം. അദ്ദിക്കെല്ലാമേ ദീപജ്വാല പോൽ വിളങ്ങുന്നു. അന്നേരം മഹാവനെ നായാട്ടു ചെയ്തിടുവാൻ വന്നിതു ഖണ്ഡാകർണനായവൻ ശ്വാക്കളോടും. വന്നിതു പലദിശി നിന്നു പൈശാചരേറ്റം ഘോരമാം ദംഷ്ട്രകളും നിമ്നമാം നേത്രങ്ങളും ഘോരമാം ദീർഘജിഹ്വ ചെമ്പിച്ച കേശാദികൾ ഹാഹാ ഹൂഹു പ്രഭൃതി ഘോരമാം രവത്തോടും ഹാഹേതി സിംഹവ്യാഘ്ര സൂകരാരവഘോരം കാനനം തള്ളിത്തകർത്തും മഹാഭയം ശ്വാക്കളും മഹാഘോരം ഭീമമാം ധ്വനിപൂരം വില്ലുകൾ പലവിധമായുധജാലത്തോടും എല്ലാവരും ഒരുമിച്ചു കാനനമിളക്കുന്നു. അന്നേരം മുനികളും മൃഗലുബ്ധരാം അവർ തമ്മെയും മഹാഭയകർമ്മവും വേഷങ്ങളും കണ്ട് അതിഭീതരായിട്ട് അഗ്നിഹോത്രാദികർമ്മം വേണ്ട എന്നൊഴിച്ചവരെല്ലാമേ കൃഷ്ണനോട് ബോധിപ്പിച്ചതു നേരം. അവിടെയും നിന്നു വന്നിടുന്നൊരു പൈശാചന്മാരെല്ലാരും നിശയിൽ കഠിനമായി കരഞ്ഞു ശബ്ദിക്കയും വിഷ്ണു ഞാൻ വിഷ്ണു ശ്വാനൻ ഹരൻ സൂകരി വിഷ്ണു ഞാനിഹ ത്രൈവിക്രമൻ സാക്ഷാൽ എത്രയും മഹാബലിയബദ്ധനായി ഹൃഷികേശനുമായി പുരുഷനായി നാരായണനായി സുരേശനായി ഇരിക്കുന്നതുമഹം ഏവമങ്ങോരോതരം സ്മരിച്ചു ചൊല്ലിക്കളിച്ചിടിന പിശാചന്മാർ. സാക്ഷാൽ പുരുഷനായി ദേവവന്ദിതനായി മോക്ഷതനായിരിക്കും കൃഷ്ണനെ കണ്ടുകൂപ്പിക്കൊണ്ടോരോ പിശാചവീരന്മാരെ കണ്ടുകൊണ്ടൽ നേർവർണ്ണൻ മന്ദഹാസവും അല്പം ചെയ്താൻ. ഓരോന്നേ പിശാചുക്കളന്നേരം മഹീതലെ വീണു മേൽപോട്ടു ചാടി ശോണിതം കുടിക്കയും മാംസഭക്ഷണം ചെയ്തും കുടൽമാലകൾ പൂണ്ടും രുധിര പരിപൂർണ രൂപികളായിരിക്കും. ഹാഹാ ഹി ഹി. അവരെ കണ്ടിട്ടു മുനിജനം ആഹന്ത കഷ്ടമെന്നു നിന്ദിച്ചും ഓരോ തരം ഹാഹാവാദികളിൽ അങ്ങൊരുത്തൻ ഗോവിന്ദനെ ആഹന്ത അറിയാതെ പിന്നെയും വേഗം പോകുന്നു ഞാൻ എന്നതും പറഞ്ഞു മറ്റേവനും പോകുവാൻ കുറഞ്ഞൊന്നു പാർക്ക ഞാനിരിക്കുന്നു. അന്നേരം അന്യൻ നമസ്കരിച്ചു നീ എന്തിനായി നിലത്തിരിക്കുന്നു എന്നു ചൊല്ലിനാൻ അന്യൻ. ദേവദേവേശം കാൺമാൻ ദ്വാരകാപുരിക്കു നാം വേഗത്തിൽ പോകയെന്നു പുണ്ടരീകാക്ഷം കണ്ടു ഘോരമാം ദുഷ്കർമ്മങ്ങൾ വേഗത്തിൽ കളഞ്ഞിട്ടു പാരാതെ കൃതകൃത്യരാക നാം എന്നിങ്ങനെ ഓരോരോ തരം പിശാചന്മാർ തൻ വാക്കു കേട്ടു
വാരിജേക്ഷണൻ ചിത്തവിസ്മയാലരുൾ ചെയ്തു. ഹാഹാ ഹി ഹീതി എന്നു രണ്ടുപേരോടുമായി. ആഹന്ത സർവം വിഷ്ണുമയമായി കണ്ടു നിങ്ങൾ ബ്രഹ്മസിദ്ധാന്തവാദിവര്യരായി വികൃതരായി കൽമഷകൃതരായ നിങ്ങൾ ആരെന്നും പിന്നെ എന്തിനായി ഇവിടത്തിൽ വന്നതെന്നതും നാമമെന്തെന്നും പറയണമെന്നരുൾ ചെയ്ത നേരം ഘോരരാം പിശാചന്മാർ ദേവദേവേശനോടു പാരാതെയുത്തരത്തെ ചൊന്നതും കേൾക്ക നൃപ. ചോദിച്ചിടുന്ന നീ എന്നാരെന്നും പരമാർത്ഥം ബോധിപ്പാൻ ഞങ്ങളോടു ചൊൽകെന്നു കേട്ട നേരം ദേവകീസുതൻ പിശിതാശനരോടു ചൊന്നാൻ. ഇവർകളെല്ലാവരും ഋഷിപുങ്കവന്മാരാം ക്ഷത്രിയനാകുന്നു ഞാൻ. യാദവകുലജാതൻ സത്യധർമ്മത്തെ പാലിച്ചിടുക വ്യാപാരവും ദുഷ്ടനിഗ്രഹ ശിഷ്ടപാലന തൽപരൻ ഞാൻ. ദുഷ്ടനിഗ്രഹാർത്ഥമായി വന്നു ഞാൻ ഇവിടെയും. ഇത്തരം മമ വൃത്താന്തങ്ങൾ എന്നറിഞ്ഞാലും വ്യക്തമായി നിങ്ങളുടെ വൃത്താന്തം കേൾപ്പിക്കണം. ഇത്തരം മുകുന്ദൻ്റെ വാക്കുകൾ കേട്ട നേരം സത്വരം പിശാചരും ദക്ഷിണമുഖന്മാരായി ഉത്തമപുരുഷായ നാരായണായ നമ ഇത്തരം മന്ത്രം ചൊല്ലി നമസ്കാരവും ചെയ്തു. തങ്ങൾ തൻ വൃത്താന്തവും ചൊല്ലിനാർ. മമനാമം മംഗലമൂർത്തേ ഖണ്ഡനാകുന്നിതറിഞ്ഞാലും ധർമ്മജ്ഞനായ കൃഷ്ണ ശങ്കരപ്രിയനായി സർവഭൃത്യനായി മേ വീടുന്നൊരു പിശാചൻ ഞാൻ. ദേവദേവേശനായി കൽമഷഹരനായി കേവലസ്വരൂപനാം രുദ്രൻ തന്നാജ്ഞയാലേ ലോകേശനായി ത്രൈലോക്യാധിപനായി കൊണ്ടു ദേവദേവേശനായി മൂർത്തിത്രയ വിഗ്രഹനായി ആനന്ദസ്വരൂപനായി അദ്വയനായിരിക്കും ഏകനാം നാരായണനെ കുറിച്ചിതു മൂലം ത്വൽപ്രസാദാർത്ഥം ദ്വാരാപുരിക്കു പോകുന്നതും ഇപ്പോഴുതിവിടേക്കു വന്നതും അതുമൂലം ദ്വാരകാപുരി പൂക്കു കൃഷ്ണം കണ്ട് അതിശുദ്ധം വരുത്തിയിടേണം ഞങ്ങൾക്കെന്നോർത്തിച്ഛയാതെന്നു ശങ്കരൻ തന്നാജ്ഞയുമുണ്ട്. അതുമൂലം ശങ്കയെന്നിയെ പോയിടുന്നിതു ഞങ്ങളെല്ലാം. ഇങ്ങനെ പറഞ്ഞവർ ബഹുത്വവികൃതികൾ നന്നായി കളഞ്ഞിട്ടു ഗോവിന്ദൻ തന്നോടായി പോയെന്നുരച്ചപ്പോൾ മാധവൻ ഉത്സാഹിയാം ഭാവത്തെ പൂണ്ട നേരം പിശിതാശികളെല്ലാം പുഷ്പത്തെ ഭൂമൗ വർഷിച്ചിട്ടു ഭൂമിയിൽ നോക്കി താൽപര്യത്തോടു പത്മാസനസ്ഥരായിരുന്നു. ആകുലമെന്നീ ശ്രോത്രാദീന്ദ്രിയങ്ങളെ നിർത്തി ശോകഹീനരായി നാസാഗ്രേക്ഷണയുക്തരായി തുല്യമാം സമാധിസ്ഥരായി കൊണ്ടു ചിത്തം നന്നായി വല്ലഭമുള്ള സമാധിയിലേ ലയിപ്പിച്ചു. മാധവൻ തന്നെ അന്വേഷിച്ചിതു ചിത്തം കൊണ്ടു മാധവൻ കാണുകയാൽ നേത്രങ്ങൾ തുറന്നപ്പോൾ കേവലാനന്ദമൂർത്തി തന്നെ കണ്ടതു നേരം ശൈവഭൃത്യരും പറയുന്നിതു നൃപോത്തമാഹരേ. ഹരിയായി ശ്വപജനായി താനായി സകലമായി പരമാത്മാവായി മേവും മാധവം കണ്ടാരെന്നും പിന്നെ ഈ പിശിതാഹാരികളാകും പിശാചന്മാർ നന്നായി നൃത്തലാസ്യഗാനങ്ങളതും ചെയ്തു. സുഖമാകുന്ന വണ്ണം സന്തുഷ്ട്യ ഭക്തിയോടും പിശിതാഹാരന്മാരും നമിച്ചു വാസുദേവം ഭക്തിയാ വന്ദിച്ചു കൊണ്ടു ചൊല്ലിനാരവർകളും. മുക്തിധനായ മൂർത്തേ നിന്തിരു പ്രസാദത്താൽ എന്തൊന്നു ഞങ്ങൾക്ക് അനുഗ്രഹിച്ചിടുന്നു ഭവാൻ ചെന്താമരാക്ഷ എന്നു നന്നായിട്ടർത്ഥിച്ചവർ നിന്തിരുവടി തങ്ങളിൽ തുഷ്ടനാകാ സന്തതാനന്ദഭക്തിക്ക് അന്തരമുണ്ടാകായ്വാൻ ശങ്കരകിങ്കരന്മാരാകിയ ഞങ്ങൾ ചെയ്ത സമസ്ത അപരാധമാകവേ ക്ഷമിക്കെന്നാർ. ജഗതീപതി മുനിമാരോടും മന്ദഹാസാൽ ഗംഗാകാമുക ഭൃത്യന്മാരോടായരുൾ ചെയ്തു. നിർമ്മല ശിവഭക്തരാകിയ നിങ്ങൾക്കൊരു കൽമഷമൊരു നാളിലും ഇല്ലെന്നും മുനീന്ദ്രരാൽ സമ്മതമത് സർവവേദ സമ്മതം തന്നെ. സമ്മതമിതിന്നു സന്ദേഹവുമില്ല നൂനം. ശങ്കരഭക്തന്മാർക്കു കൽമഷമില്ലെന്നതു പങ്കജനേത്രനരുൾ ചെയ്തിതു നൃപോത്തമ. ഇത്തരമരുൾ ചെയ്തു മാധവൻ. പിശാചുക്കൾക്കുത്തമ സിദ്ധ്യർത്ഥമായി സ്പർശിച്ചാരവർകളെ. അന്നേരം വികൃതിയാം ആകൃതി പോയി പിന്നെ സുന്ദരരൂപനായി ഹരിയെ വന്ദിച്ചിതു. പിന്നെയും മുനീന്ദ്രന്മാരായോർക്കും മറ്റുള്ളവർക്കും മന്നവപദര്യാഖ്യാശ്രമത്തിൽ വെച്ചു തന്നെ ദേവദേവേശൻ തൻ്റെ ദർശനം ഹേതുവായി കേവലം കൃതാർത്ഥത സിദ്ധിച്ചു വഴി പോലെ. പിന്നെയും ഖണ്ഡൻ ചൊന്നാനെന്നുടെ അനുജനായി നിന്നുടെ ഭക്തനായി ശങ്കരഭൃത്യനായി മേ വീടും കർണനെന്നു പേരാവും ഇവനെയും കേവലം ഭവാൻ അനുഗ്രഹത്തെ ചെയ്തിടണം. ഇത്തരം പറഞ്ഞതു കേട്ടൊരു ഗോവിന്ദനും സത്വരം അവനെയും സ്പർശിച്ചാൻ. അതു നേരം സുന്ദര ശരീരനായി വന്നിതു ഖണ്ഡാകർണരെന്നിവർ ഇരുവരും ഏറ്റവും മോദിതരായി വിചിത്രമധുരമായി സുസ്വരഗീതങ്ങളാൽ സ്തുതിച്ചു ജയശബ്ദത്തോടു ഗന്ധർവരവർ രണ്ടുപേർ വഴി പോലെ വന്ദിച്ചു ഹരി തന്നെ കൊണ്ടാടി പ്രസാദിച്ചു. ശങ്കരഭൃത്യന്മാരാം പൈശാചരിരുവരും മറ്റു വർഗവുമായി നിശതന്നന്തത്തിങ്കൽ വേഗേന പുറപ്പെട്ടു.
ഭഗവതാജ്ഞയാലെ കൈലാസാചലെ പോയി ഭഗവൻ മാഹാത്മ്യവും പൈശാചേഷ്ടിതവും കണ്ട വിസ്മിതന്മാരായതു മുനികളും കൊണ്ടാടി മുകുന്ദനെ പൂജിച്ചു സ്തുതിച്ചിതു. താപസവരന്മാർക്കു വേണ്ടും ഇഷ്ടങ്ങളെല്ലാം കേവലൻ ആജ്ഞാപിച്ചു കൊടുത്തിട്ടവിടുന്നു രാത്രിയും കഴിഞ്ഞു ഉദയത്തിലെ പുറപ്പെട്ടാൻ ആശ്രിതപരായണൻ കൈലാസത്തിങ്കലേക്കായി. ബദര്യാശ്രമവാസി ജനമാം മുനിമാരും സദയം ഭഗവാനും ഗരുഡോപരിദീപ്തിയായിരുന്നു. കൈലാസാദ്രിക്കായി കൊണ്ടുപോകും വിധൗ മാധവനെയും ഗിരീശനെയും കാണാനായി വേദാവാദികളായ ദേവകൾ അസുരരും ഗന്ധർവന്മാരും ഇന്ദ്രൻ വന്യയും വരുണനും ഗന്ധവാഹനൻ താനും സൂര്യന്മാർ സോമൻ താനും ധർമ്മരാജനും പിന്നെ നിരുതി വിദ്യാധര കിന്നരാപ്സര മുനിചാരണ വൃന്ദങ്ങളും ഒക്കവേ സ്തുതി നമസ്കാരങ്ങൾ പ്രസംഗങ്ങൾ ഉൾക്കുതുകേന ഹൃഷീകേശനെ ചെയ്തു കൊണ്ടാർ. നൃത്തഗീതങ്ങളോടും ദേവവാദ്യങ്ങളോടും എത്രയും മഹാഘോഷാൽ നൂറായിരത്തിൽ പരമായി സഹസ്രമായി അനന്ത ശംഖധ്വനി പൂരിതഘോഷങ്ങളും പണവാനകാദ്യാദി 18 വാദ്യഘോഷ മംഗലരവം അതിവിസ്മയം പുഷ്പവർഷവും അതിപൂർണം. മാധവൻ തൻ്റെ ഗമനത്തിങ്കൽ വിമാനങ്ങൾ ആദരവോടു താഴ്ത്തിക്കൂട്ടിനാർ ദേവാദികൾ. മാന്ദ്യ സൗരഭ്യ ശൈത്യഗുണ സംയുതനായി മന്ദവായുവും നന്നായി തെളിഞ്ഞു വീടിനാൻ. പത്രങ്ങൾ പുഷ്പഫല പല്ലവാദികളോടും എത്രയും തെളിഞ്ഞേറ്റം ശോഭിച്ചു ലതാവൃക്ഷം. ജലങ്ങൾ നിർമ്മലമായി ഭവിച്ചു. ശീതളത്താൽ ജലജങ്ങളാം കുസുമാദിയും പരിപൂർണം. ശീതളത്താൽ അരുവിയാറുകളും സുശബ്ദത്തോടും ഒഴുകിയിടുന്നു നദികളും. കാനന സിംഹവ്യാഘ്രസൂകരാദികളായ വനസഞ്ചയം വൈരരഹിതമോദാന്വിതം കളിക്കുന്നതും ഇവയൊക്കെയും കണ്ടറിഞ്ഞു തെളിഞ്ഞു ഗിരീശനും ഖണ്ഡാകർണാദികളും പറഞ്ഞ വൃത്താന്തവും ഗ്രഹിച്ചു മോദമോടെ നിറഞ്ഞ മോദത്തോടും പാർവതീ സമേതനായി തുങ്കമാം വൃഷമേറിയ സ്കന്ദവാരണാനരെന്നിവരോടും കൂടി പാർവതീ സമേതനായി തുങ്കമാം വൃഷമേറി സ്കന്ദവാരണാനരെന്നിവരോടും കൂടി മുകുന്ദം കാൺമാനായി ഭൂതസഞ്ചയത്തോടും പൈശാചവൃന്ദത്തോടും വേതാള യക്ഷോരക കിന്നര കുബേരാദി ബ്രഹ്മരാക്ഷസ ഗുഹ്യകാദിയാൽ വന്ദിതനായി ചന്ദ്രശേഖരൻ പുറപ്പെട്ടിതു കോലാഹലാൽ. ഭസ്മധൂളിതനായി ഭസ്മത്താൽ സർവാംഗനായി വൃഷഭാരൂഢനായി സർപ്പ കങ്കണനായി സർപ്പകുണ്ടലനായി സർപ്പത്താൽ കടിസൂത്ര കടക മഞ്ജീരനായി സകലഭൂഷണനായി കൃത്തിവാസസായി കൊണ്ടു ജഡിലനായി കപാലിയുമായി ശൂലിയായി പിംഗലേക്ഷണനായി ചന്ദ്രശേഖരനായി മംഗല ത്രിനേത്രനായി തടീജിത് ജ്യോതിസമനായി അയണവാശങ്ങൾ ഖട്വാംഗങ്ങൾ ശൂലധരനായിരിക്കുന്ന രുദ്രൻ സ്കന്ദാദിപുത്രരോടും ഭൂതസഞ്ചയത്തോടും വരുന്ന നേരം പീതവാസസം ധൃതവാനായി പരിചിൽ ചതുർബാഹു ശംഖചക്രാദ്യായുധ ധരനായി കിരീടിയായി മകരകുണ്ടലിയായി ഹാരകേയൂര വിഭൂഷിതനായി മനോഹര കങ്കണാംഗതരത്നച്ഛന്ന വൈരാജിതനായി പങ്കജനേത്രനായി ശ്രീവത്സവക്ഷസായി ചാരുകൗസ്തുഭ പ്രഭോരസ്ഥനായി വനമാല്യചാരുഗ്രീവനായി താർക്ഷ്യവാഹനനായി കൊണ്ടു സർവദേവാദികളാൽ വന്ദ്യനായി സ്തുതനുമായി ദേവകളാലേ ചൂഴപ്പെട്ടു വാദ്യങ്ങളാലും സേവിതനായി പുഷ്പവർഷിതാനന്ദനായി മേവുന്ന മധുരിപു തന്നെയും പശുപതി കണ്ടതു നേരം വൃഷവാഹനം വെടിഞ്ഞിട്ടു വന്ദിച്ചു കൂപ്പിയിട്ട് അർഘ്യപാദ്യമെന്നരുൾ ചെയ്തു. മാധവപാദങ്ങളിൽ കുസുമാർച്ചനം ചെയ്തു. ശംഭുവിൻ കരം മധുസൂദനൻ പിടിച്ചിട്ടു പരമേശ്വരൻ തന്നെ മാധുര്യവാക്യങ്ങളാൽ പരമപൂരുഷനും സ്തുതിച്ചു വഴിപോലെ. പിന്നെയും ശിവൻ സ്തുതിച്ചിടിനാൻ മുകുന്ദനെ വന്ദിതവാക്യങ്ങളാൽ ഇത്തരം നൃപോത്തമ. ദേവേശ ബ്രഹ്മയോനെ ആദിമധ്യാന്തഹീന കേവല സനാതന ത്വൽപാദേ നമസ്കാരം. വ്യക്താവ്യക്തസ്വരൂപനായി വിശ്വഹേതുവായി മുക്തിരൂപനാം വിഷ്ണുവിനായി നമസ്കാരം. ബ്രഹ്മരൂപനായി മഹാവിഷ്ണുരൂപനായി കൊണ്ടു നിർമായമായി നമസ്കരിച്ചിടുന്നേൻ ഞാനും. പുരുഷോത്തമ വിഭോ വൈകുണ്ഠ കമലാക്ഷ നാരായണായ വാസുദേവായ മാധവായ നമസ്തേ. ഹൃഷീകേശ ദേവേശ ജഗന്നാഥ മധുസൂദന സർവകന്മഷാപഹ വിഭോ ആനന്ദ നാരായണ നിന്തിരുപാദാംബുജേ സാനന്ദം നമസ്കരിച്ചിടുന്നേൻ ഞാനും സദാ. കൃഷ്ണനായി വാസുദേവനായി കൊണ്ടു ഹരനായി വിഷ്ണുവായി പരമാത്മാവായി വിശ്വരൂപനായി സർവഭൂതനായിരിക്കുന്നൊരു ത്വൽപാദാബ്ജേ സർവദാ നമസ്കാരം. നമസ്തേ നമോസ്തുതേ.
രുദ്രരൂപനായി ശക്തിരൂപനായിരിക്കുന്ന ചിദ്രൂപനായി കൊണ്ടു ഞാനിതാ വണങ്ങുന്നേൻ. ഇന്ദ്രനായി വന്യയായി യമനായി നിരുതിയായി വരുണനായി വായുരൂപനായി കുബേരനായി സ്കന്ദരൂപനായിരിക്കുന്ന നിന്തിരുപ്പാതെ വന്ദിച്ചിടുന്നേനഹം എപ്പോഴും നമസ്കാരം. സഹസ്രശിരസായി സഹസ്രനയനായി സഹസ്രബാഹുവായി സഹസ്രചരണനായി സഹസ്രജിഹ്വനായി സഹസ്രഗുണാധാര സഹസ്രനാമാവായി നിത്യനായി നിത്യാനിത്യഹേതുവായിരിക്കുന്ന നിന്തിരുവടിക്കായി സാദരം വീണു നമസ്കരിച്ചിടുന്നേനഹം. നിന്നുടെ മുഖത്തിങ്കൽ നിന്നുളവായി വിപ്രൻ നിന്നുടെ ബാഹുക്കളിൽ നിന്നു ക്ഷത്രിയൻ താനും ഉരുവിങ്കേന്നു വൈശ്യൻ പാദത്തിൽ നിന്നു ശൂദ്രൻ സൂര്യനും നേത്രത്തിങ്കൽ മാനസത്തിങ്കൽ ചന്ദ്രൻ നിന്നുടെ ശിരസായിടുന്നതും ആകാശവും നിന്നുടെ ശ്രോത്രം ദിക്കും അന്തരീക്ഷത്തിൽ വായുവിൽ അഗ്നി വായു പ്രാണനായിരിക്കുന്നു ഞാൻ. നിന്നുടെ ശ്രോത്രം ദിക്കും അന്തരീക്ഷത്തിൽ വായുവിൽ അഗ്നി വായുപ്രാണനായിരുന്നു ഞാൻ. ധാതാവും ശക്രൻ യമൻ പാവകൻ മറ്റുമുള്ള സകല ദേവകളും നിന്തിരുവടിയായി സകലാത്മക ഭവിച്ചിടുന്നു, വേറെയില്ല. യാതൊരു വസ്തുക്കൾക്കും നിന്തിരുവടി തന്നെ പ്രാധാന്യമാകുന്നതു ത്രിദശന്മാർക്കു നൂനം കേൾക്കെടോ നൃപ. ശിവൻ ഇത്തരം ഭഗവാനെ ഉൾക്കുതുകേന സ്തുതിച്ചിടിനോരനന്തരം വിഷ്ണുവാം കൃഷ്ണൻ രുദ്രൻ തന്നെയും കൃതാഞ്ജലി ഭദ്രമായി ചെയ്തു സ്തുതിച്ചിടിനാൻ ഈ വണ്ണമായി. സർവസംഹാരമൂലമായ അമൃതാത്മാവായി ശർവനായി ശുദ്ധനായി സർവദാനന്ദനായി സുഖവിഗ്രഹനായി സത്യവിഗ്രഹനായി സുഖസന്യസ്തനായി സത്യാധാരനായി വാഴും ശ്രീ പരമേശ്വരനായി കൊണ്ടിതാ നമസ്കാരം. ഘോരനായി ഘോരഘോര രൂപനായി കൊണ്ടു ജന്മമാദിയായി മരണാന്തമില്ലാതാത്മവിഗ്രഹ ജനനകാരകനായി ജ്ഞാനജിൽ സ്വരൂപനായി ജ്ഞാനത്താൽ ഗമ്യനായി ജ്ഞാനാധാരനുമായി പിംഗലനേത്രനായി പുലിത്തോൽ വസ്ത്രനായി ദക്ഷയജ്ഞാന്തകനായി നീലകണ്ഠനായി കൊണ്ടും നമസ്തേ. നീ തന്നെ ഞാൻ ധാതാവും ശക്രൻ താനും ദ്യുമണിതാനും പിന്നെ വരുണൻ കുബേരനും യമനും സമീരണൻ വന്യയും സോമൻ താനും ഭൂമിയും ശ്രീയായി മമ വക്ഷസി വസിപ്പതും നിന്തിരുവടി തന്നെ. ദേഹാർത്ഥനായിടുന്ന നിന്തിരുവടി തന്നെ സർവവും കാണുന്നതും കേൾപ്പതും സൂക്ഷ്മമായി ചിന്തിച്ചാൽ ദേവകളും ഈ പ്രപഞ്ചവും ഋഷിവർഗവും ഭവാൻ തന്നെ. എന്നോട് ഭക്തനായി നിന്തിരുവടി തന്നെ നിന്ദിച്ചിടുന്നത് അവൻ എന്നെ നിന്ദിച്ചവൻ താൻ. എന്നോട് ഭക്തനായി നിന്തിരുവടി തന്നെ നിന്ദിച്ചിടുന്നത് അവൻ എന്നെ നിന്ദിച്ചവൻ താൻ. നിന്തിരുഭക്തൻ എന്നെ നിന്ദിച്ചാൽ ഭവാൻ തന്നെ സന്തതം നിന്ദിച്ചവനില്ല സംശയമേതും. രണ്ടെന്നു ശാസ്ത്രങ്ങളെ കൊണ്ടു നിന്ദിക്കുന്നവർ കണ്ടുകൊള്ളുകയില്ല പരമാത്മാർത്ഥത്തെയും. കേട്ടാലും നൃപവര മാധവവാക്യമിത്രം കേട്ടൊരു നേരം ഋഷിവർഗവും സുരന്മാരും കൈകൂപ്പിക്കൊണ്ടു വീണു നമസ്കാരവും ചെയ്തു ശങ്കരമാധവന്മാർ തമ്മയും സ്തുതിച്ചെയ്താർ. ദേവദേവേശ ശംഖചക്രധാരണേ നമോ ദേവപിംഗലനേത്ര ശൂലഖട്വാംഗധര ശ്രീപരമേശ്വരനായി സർവദാ നമസ്കാരം. ശ്രീപദേ കമലാക്ഷ കമലനാഭനായി ശ്രീവത്സവക്ഷസായി വിഷ്ണുവാം ഭഗവാനു ദേവാദിയായ ഞങ്ങൾ സർവദാ നമസ്കാരം. നീലകണ്ഠനായി ഭസ്മധരനായി ശംഭുവായി ശൂരിയാം ഭഗവാനായി കൊണ്ടിതാ നമസ്കാരം. കംസഘ്ന കൈഡഭാരേ നമസ്തേ നമോ നമോ ധ്വംസിത ദക്ഷയജ്ഞ നമസ്തേ നമോ നമ. അസുരാപഹ നമോ നമസ്തേ ശംഭോ നമ. സംസാരവിമോചന നമസ്തേ വിഷ്ണോ നമ. ഇങ്ങനെ മുനികളും ദേവകൾ അസുരരും മംഗലന്മാരാം ഹരിഹരന്മാർ തൻ്റെ പാതേ നമസ്കാരവും ചെയ്തു നിൽക്കുമ്പോൾ മഹേശ്വരൻ അമർത്യ വൈരീരിപൂ തന്നോട് പറഞ്ഞിതു. ഹരേ നിന്തിരുവടിയുടെ വാക്കിനാൽ ഞാനുമേറ്റം സന്തുഷ്ടനായേൻ വിഭോ ലോകനായക വിഷ്ണു. നിന്തിരുവടി ഇപ്പോൾ ദേവകളോടും കൂടി എന്തൊരു മൂലം വന്നിതെന്തോ ഒന്നു വേണ്ടു ഞാനും. ഇത്തരം പരമേശൻ തന്നുടെ വാക്കു കേട്ടു ചിത്തമോദേന ഭഗവാനും അങ്ങരുൾ ചെയ്തു. ഇന്നു ഞാനിവിടേക്ക് വന്നതു ഭവാൻ തന്നെ നന്ദിച്ചു കാൺമതിനായെന്നതും അറിഞ്ഞാലും ഉക്ഷവാഹനപുത്രാർത്ഥത്തിനായിക്കൊണ്ടു ഞാനും ദക്ഷനാം നിന്നോടൊക്കെ കേൾപ്പിപ്പാൻ വന്നേനിഹ. ഇത്തരം ഭഗവാന്റെ വാക്കുകൾ കേട്ട നേരം ത്രക്ഷനാം പരമേശൻ താൻ അരുൾ ചെയ്തിടിനാൻ. മുന്നമേ തന്നെ എന്നാൽ നിനക്കു പുത്രൻ തന്നെ നന്നായി ദത്തമായിട്ടിരിക്കുന്നിതു വിഭോ. മുന്നമെന്നെ ത്രാഗ്നിയിൽ ദഹിച്ച കാമദേവൻ തന്നെ പത്നിരതി കാംക്ഷയാൽ സേവിക്കയാൽ പിന്നെയും ജനിപ്പാനായിരിക്കുന്നിതു കാമൻ. നിന്നുടെ പത്നിയായ രുക്മിണി തന്നിൽ തന്നെ പ്രദ്യുമ്നൻ എന്നു നാമം കൈക്കൊണ്ടു യദുവംശേ വിഖ്യാതവുമാൻ ജനിച്ചങ്ങനെ കൽപ്പാന്തരം വരുവോളവും കാമൻ തന്നുടെ സ്ഥാനത്തിങ്കൽ
പരിചോട് ഇരുന്നീടുമില്ല സംശയമേതും മന്നവ. ശിവനേവമരുളി മുകുന്ദന്റെ നിർമ്മലപാണി പത്മം പിടിച്ചു കൃതാർത്ഥനായി മോദിച്ചു തമ്മിൽ തമ്മിൽ അനുജ്ഞ കൈക്കൊണ്ടിട്ടു ദേവനാം പരമേശൻ ദേവകൾ ഋഷികളാൽ സേവിതനായി ഗൗരിതന്നോടും കുബേരാദി നന്ദി വൃന്ദങ്ങളോടും സ്കാന്ദാദിപുത്രരോടും തന്നെ വാസസ്ഥലേ ഗമിച്ചു ശിവൻ താനും. അന്നേരം ദേവദേവനാകിയ ഭഗവാനും ദേവഗന്ധർവ സിദ്ധസാധ്യാദി മുനികളാൽ സേവ്യനായി താർക്ഷ്യൻ കണ്ഠേ ദേവസന്തോഹത്തോടും ഇരുന്നു പോന്നു. മൂന്നാം ദിവസം വന്നിടിനാൻ നരനാരായണന്മാർ മരുവും മനോഹരപദര്യാഖ്യാശ്രമത്തിൽ പോന്നു വന്നിതു ഹരിസേവിത ജനങ്ങളാൽ പൂജിതനായിക്കൊണ്ടു നന്നായി വസിച്ചിട്ടിതു. മാധവനായ കൃഷ്ണൻ പിന്നെയും ബദര്യാഖ്യാശ്രമത്തിൽ നിന്നു താർക്ഷ്യൻ തന്നെ കണ്ഠമേറിപ്പോന്നിട്ടു വൃഷ്ണ്യന്ധകർ എന്നിവരോടും കൂടി രാമനാൽ പാലിതമായിരിക്കും ദ്വാരകയെ പ്രാപിച്ചു മുകുന്ദനും. തെരിക്കെന്നെല്ലാവരും ചെന്നെതിർത്ത ആനന്ദത്താൽ അകത്തുപൂക്കു വസുദേവാദിജനത്തെയും മകക്കാമ്പികൾ മോദാൽ വന്ദിച്ചു മുകുന്ദനും വൃത്താന്തമെല്ലാവരും ഗ്രഹിച്ചു മോദത്തോടും ഉത്തമന്മാരാം യദുവൃന്ദവും വാണിയിടിനാർ. കേട്ടാലും വാസുദേവൻ തന്നെ അംശമായി ശ്രേഷ്ഠനായി കേട്ടാലും വാസുദേവൻ തന്നെ അംശമായി ശ്രേഷ്ഠനായി ശ്രീപുത്രനായുണ്ടായ കാമൻ മുന്നം ഇന്ദുശേഖരൻ തൻ്റെ നേത്രത്തിൽ ദഹിച്ചവൻ വന്നു ദേഹാർത്ഥം കൃഷ്ണൻ മാനസേ വസിച്ചിതു. അക്കാലം രുക്മിണിക്കു പ്രഥമ ഗർഭമുണ്ടായുൾക്കുതുകേന പെറ്റ നേരത്തു ശിശു തന്നെ തൽക്ഷണം ശമ്പരനാം അസുരൻ മായയാലേ രൂക്ഷഭാവേന കൊണ്ടുപോയി തൻ മൃതിഭയാൽ കാമനുണ്ടായിടും നാൾ തനിക്കു മൃതിയെന്നു ശമ്പരനുണ്ടു വരം. അതുകൊണ്ടൊരു ദിനം വേഗത്തിൽ അബ്ധി തന്നിലെറിഞ്ഞു ബാലം ദൈത്യൻ വേഗത്തിൽ ഒരു മത്സ്യം ഭക്ഷിച്ചു കുമാരനെ. കൈവർത്തൻ തനിക്കപ്പോൾ കിട്ടിനാൻ അമ്മത്സ്യവും ദൈവത്തിൻ ഗതി. അതുകൊണ്ടു ദാശനും വേഗം ദേവകണ്ഠകനായ ശമ്പരാസുരനായി കൈവർത്തൻ കാഴ്ചവെച്ചാൻ. ശമ്പരനതു നേരം പാചക പ്രവൃത്തി ചെയ്തിടിന മായാവതി പാചകി കയ്യിൽ ഭജിപ്പിപ്പാനായി കൊടുത്തിതു. കാമന്റെ കാന്താരതിയായതു മായാവതി. കാമൻ താൻ നശിച്ചു പിന്നെ നാരദവാക്യത്തിനാൽ ശമ്പരാസുരൻ തൻ്റെ വേഷ്മത്തിൽ പാർപ്പിച്ചിതു. നിർമ്മലഗാത്രി പാകം ചെയ്തവയത്യത്ഭുതം. ശമ്പരഗൃഹേ രതി വാഴുവാൻ ഒരു ശാപം നിർമ്മലഗാത്രി രതിക്കുണ്ടെന്നുണ്ടൊരു പക്ഷം. ശമ്പരൻ തനിക്ക് അവളുണ്ടാക്കും പാനാശനം നന്മയിൽ രുചികരമേറിയ മോദത്തോടും വാണിതു മായാവതി തന്മായമറിഞ്ഞില്ല പ്രാണനാശനത്തിൻ്റെ കർമ്മമിതാക മൂലം. മായയാ നാമം മറച്ചങ്ങനെ വാഴ്ക മൂലമായതു മായാവതി ഇവൾക്കെന്നുള്ള നാമം. കാമന്റെ പുനർജന്മം കാമിച്ചിട്ടിരിക്കുന്ന കാമിനി രതി മുനി നാരദവാക്യത്താലും ഇങ്ങനെ ഇരിക്കുന്ന നാരിയാം മായാവതി മംഗലശോഭയോടും കണ്ടിതു മത്സ്യത്തിനെ കിറി നോക്കിയ നേരം. ശോഭിതബാലം കണ്ടിട്ടേറിയ സംശയത്തോടോർത്തിരിക്കുന്ന നേരം നാരദൻ ചെന്നു കാമനുണ്ടായ വൃത്താന്തങ്ങൾ സാരസാക്ഷിയെ ബോധിപ്പിച്ചുടനെഴുന്നള്ളി. ആരുമേ അറിയാതെ ബാലനാം കാന്തൻ തന്നെ പരാതെ വളർത്തിതു സാദരം മായാവതി. കാമതൻ കൃഷ്ണൻ തൻ്റെ നന്ദനൻ താനും പിന്നെ സീമയില്ലാതെ ഗുണത്തോടും യൗവനം വന്നു കാമസുന്ദരൻ മുഖപത്മവും നേത്രദ്വയം കോമളബാഹുക്കളും പാദാദികേ ശാന്തവും ശോഭിച്ചു. മദനൻ്റെ രൂപലാവണ്യം കൊണ്ടു വാദിക്കേണ്ടതുമില്ല മോഹനമെന്നേ വേണ്ടു. കാമനാം തൻ്റെ കാന്തൻ തന്നെ കണ്ടധരതി കാമലീലകൾ തുടർന്നീടിനാൾ വഴി പോലെ. അന്നേരം കൃഷ്ണാത്മജൻ ചൊല്ലിനാൻ മമ മാതാ നിന്നുടെ മോഹമിതു യോഗ്യമല്ലെന്ന നേരം. ചൊല്ലിനാൾ മായാവതി വൃത്താന്തം സമസ്തവും. മല്ലലോചനൻ കൃഷ്ണൻ നിന്നുടെ താതനടോ മുന്നം നീ കാമദേവൻ ഭീമൻ തൻ്റെ കണ്ണിൽ മുന്നമേ ദഹിച്ചവൻ ശങ്കരാജ്ഞയാൽ ഇപ്പോൾ പങ്കജനേത്രപുത്രനായി കൊണ്ടു പിറന്നിതു. ശങ്ക എന്നിയെ നിന്നെ ശമ്പരാസുരനിവൻ തന്നുടെ മരണത്തിൻ ഭീതിയാൽ സമുദ്രത്തിൽ നിന്നെയും എടുത്തെറിഞ്ഞിടിനാൻ. അതും അപ്പോൾ വന്നു മത്സ്യവും വിഴുങ്ങിയിടിന നേരം അതു ചെന്നു ദാശന്റെ വല തന്നിലും അകപ്പെട്ടു. ദാശനും ശമ്പരനു കാഴ്ചയായി വച്ചാൻ അതു ഞാനെടുത്തറിയാതെ വളർത്തേനിത്ര നാളും. എന്നുടെ പതിയായ നീ മുന്നം ദഹിച്ചതിൽ പിന്നെ ഈ ദൈത്യനായ ശമ്പരൻ വരം വാങ്ങി മരിച്ച ജനം ഇനി വരികയില്ലെന്നോർത്തു മരണം കാമനുണ്ടാമെന്നേ ഇങ്ങിനിക്കാവൂ എന്നതുമൂലം നിന്നെ കൊല ചെയ്വതിനായി തിന്നിവൻ മുതിർന്നതുമെന്നുരയ്ക്കുന്നു ചിലർ. ഞാനിഹ നിന്റെ കാന്ത രതിയെന്നറിയണം. നൂനം നാരദമുനി വൃത്താന്തം ഇവയെല്ലാം എന്നോട് പറഞ്ഞതു. ഞാനും ഇങ്ങിവിടത്തിൽ നിന്നുടെ വരവിനെ പാർത്തിട്ടു മായയാലേ നിന്നു പോരുന്നു. മുനി നാരദവാക്യത്താലും നിന്നുടെ മാതാ നിന്റെ ഹേതുവായി ദുഃഖിക്കുന്നു. ഇന്നു നീ ശമ്പരനെ വേഗത്തിൽ കൊല ചെയ്തു ഭയം എന്നിയെ ദ്വാരാവതിക്കു പോകടോ നാം.
മായാവിയായ ദൈത്യൻ ശമ്പരൻ തൻ്റെ മായാമായയ്ക്കു നാഥയായോരെനിക്ക് ഇങ്ങേൽക്കയില്ല. അവൻ്റെ മായയെല്ലാം എനിക്കിങ്ങറിഞ്ഞിടാം. അവനെ ചെന്നു ദുർവാക്യങ്ങളെ ചൊല്ലുന്നേരം അവനും മുതിർന്നേറ്റുകൊള്ളും എന്നറിയണം. ഇത്തരം രതിവാക്യം കേട്ടു കൃഷ്ണാത്മജനും സത്വരം യുദ്ധത്തിനായി വിളിച്ചു ശമ്പരനെ. എന്നതു കേട്ടവനും കോപിച്ചു യുദ്ധത്തിനായി വന്നു സങ്കരം തുടങ്ങിയിടിനാൻ. പലതരം ഓരോരോ തരം ധർമ്മയുദ്ധങ്ങൾ ചെയ്ത നേരം നേരെ നിൽക്കരുതാഞ്ഞു. ശമ്പരൻ മായകളും കാട്ടിനാൻ. മായാസുരവ്യാഘ്ര ജന്തുക്കളാലും കൂട്ടമിട്ട് ഓരോ തരം കാമനെ നശിപ്പിപ്പാൻ വരുന്ന മായകളെ തടുത്തു ദിവ്യാസ്ത്രത്താൽ തിരക്കിരണം ചെയ്തു മടങ്ങിയിടാതെ നിന്നു. ഘോരമായി പാരം മായ കാട്ടിനാൻ അസുരനും. പാരമായ അതിന്മീതേ താൻ കണ്ട് യുദ്ധം ചെയ്തു ദുഷ്ടനാം ശമ്പരനെ വധിച്ചിത്. അതു നേരം പുഷ്ടമോദേന പുഷ്പവൃഷ്ടിയും ചെയ്തു സുരർ. പിന്നെ തൻ പത്നിയോടും ഒന്നിച്ചു വ്യോമമാർഗേ ചെന്നു കാമനും വേഗാൽ ദ്വാരകാപുരി പൂക്കു. മിന്നലും മേഘവുമായി ഒന്നിച്ചു ശോഭിച്ച പോലെ അന്നേരം ദ്വാരകയിൽ മേ വീടും ജനം കണ്ടു ആരിതു വരുന്നതെന്നോർത്തു വിസ്മയം പൂണ്ടാർ. കാരണപുരുഷനാം കൃഷ്ണനെന്നോർത്തു ചിലർ കണ്ടവരെല്ലാം നിന്നു നിൽക്കും നിലാവണ്ടാർ. പൂങ്കുഴലാളാം രുക്മിണി അതു നേരം ചിത്തത്തിൽ നിരൂപിച്ചു മാധവ പ്രതിബിംബം വ്യക്തമായതുപോലെ. ആരിവൻ മഹാപുമാൻ മത്പുത്രൻ മുന്നമുണ്ടായവൻ ഇന്നുണ്ടെങ്കിൽ ഇന്നപ്പുമാനോട് തുല്യം വയസ്സും കാന്തിയാദികൾ എന്നുടെ സൂനു മുന്നം പോയവൻ ഇവൻ താനോ ഒന്നുമേ അറിയാവതല്ലെൻ്റെ ഭഗവാനെ. ചെന്താമരാക്ഷൻ തൻ്റെ തുല്യമായി വന്നിടുവാൻ ഒന്നുകൊണ്ടുമേ വരാ മറ്റുള്ളോരാരെങ്കിലും. സുന്ദരൻ ഇവൻ തന്നെ കാണുന്ന നേരം ഏറ്റം എന്നുള്ളിൽ വളരുന്നു സ്നേഹവും. അതുമല്ല എന്നുടെ മുലകളും ചുരന്നു വരുന്നിതു എന്നല്ല പാണികളും എടുപ്പാൻ ഭാവിക്കുന്നു. എന്നിവ വൈദർഭിയം ചിന്തിച്ചു വാഴുന്നേരം നന്ദജൻ താനും ചെന്നു കണ്ടു മിണ്ടാതെ നിന്നു വന്നിതന്നേരം മുനി നാരദൻ കൃഷ്ണൻ താനും വന്ദിച്ചു പൂജിച്ചിതു. നാരദനതു നേരം നന്ദനന്ദനോട് വാസ്തവമരുൾ ചെയ്തു. പിന്നെയുണ്ടായ കഥ ശമ്പരവധങ്ങളും ഒന്നൊഴിയാതെ വസുദേവ ദേവകി മുതൽ എന്നിവ യദുവരന്മാരോടും അറിയിച്ചു. നന്ദജനുടെ പുത്രൻ എന്നിവൻ ജ്യോതിർമയൻ എന്നതുകൊണ്ടു താൻ പ്രദ്യുമ്നൻ എന്നുള്ള പേരും നന്ദിച്ചു മുനീന്ദ്രനും അരുളി ചെയ്തു. പിന്നെ നന്ദിതനായ മുനി നാരദൻ എഴുന്നള്ളി വൃത്താന്തം ഇവയെല്ലാം കേട്ടോരു ജനങ്ങൾക്കു ചിത്താനന്ദത്തെ എന്തു ചൊല്ലുന്നു നരോത്തമ. പുത്രനെ ചെന്നു വേഗമെടുത്തു വൈദർഭിയും എത്രയും വേഗത്തോടെ പുണർന്നു മുകർന്നിതു. ആനന്ദത്തോടും പുണർനീടിനാൻ മുകുന്ദനും ആനന്ദാന്വിതം പുണർനീടിനാൻ രാമൻ താനും. ദേവകി വസുദേവ തങ്ങൾക്കും പൗത്രസ്നേഹമാവോളമുള്ളിൽ വർദ്ധിച്ച ആനന്ദിച്ചിതു പാരം. ദ്വാരകാവാസിജനം ദമ്പതിമാരെ വന്നു പാരം ആനന്ദം കൈക്കൊണ്ട് ആനന്ദിച്ചിതു പാരം. ദമ്പതിമാരെ വന്നു കണ്ടിതു പലജനം അന്തരംഗത്തിൽ മോഹമേറുക മൂലമായി നഷ്ടമായൊരു പ്രദ്യുമ്നം ലഭിക്കയാൽ തുഷ്ടി പൂണ്ടവർകളും വാണിതു ദ്വാരകയിൽ. പ്രദ്യുമ്ന രൂപം കണ്ടു തന്നുടെ മാതാക്കൾക്കു സദ്യ സംഭവിച്ചതു കന്ദർപ്പ വിഭ്രമങ്ങൾ. ആകയാൽ പിന്നെയുള്ള നാരികൾക്കെന്തേ ചൊൽവു. ലോകനായക സുതൻ കന്ദർപ്പൻ തന്നിലേറ്റം ലോകത്തിലുള്ള നാരീജനങ്ങളെല്ലാവരും ഐകമത്യേന രമിച്ചീടിനതെന്താശ്ചര്യം. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. ഹരേ കൃഷ്ണ.